അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയിലെ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ തിൽക്ക എന്നും ദാലിക എന്നും കാണാം. എവിടെയാണോ തിൽക്ക എന്ന് നൽകേണ്ടത് അവിടെ തിൽക്ക എന്നത് നൽകണം. എവിടെയാണോ ദാലിക എന്ന് നൽകേണ്ടത് അവിടെ ദാലിക എന്നത് നൽകണം. നമുക്ക് നോക്കാം. ചോദ്യം 1, ഷജറത്തുൻ. ഷജറത്തുൻ എന്നതുകൊണ്ട് മുഅന്നസാണ്, തിൽക്ക എന്നതാണ് നൽകേണ്ടത്. തിൽക്ക ഷജറത്തുൻ. 2, സഫർജലുൻ. സഫർജല് മുദക്കറായതുകൊണ്ട് ദാലിക എന്നതാണ് നൽകേണ്ടത്. ദാലിക സഫർജലുൻ. 3, ദാലിക ലിവാഉൻ. ലിവാഉൻ എന്നത് മുദക്കറായതുകൊണ്ടാണ് ദാലിക എന്ന് നൽകിയത്. 4, തിൽക്ക മഷായത്തുൻ. മഷായത്തുൻ എന്നത് മുഅന്നസായതുകൊണ്ട് തിൽക്ക എന്ന് നൽകി. ചോദ്യം 5, തിൽക്ക ഖറൂറത്തുൻ. ഖറൂറത്ത് മുഅന്നസായതുകൊണ്ട് തിൽക്ക എന്നത് നൽകി. ചോദ്യം 6, ദാലിക സഅഫറാൻ. സഅഫറാൻ എന്നുള്ളത് മുദക്കറായതുകൊണ്ട് ദാലിക എന്ന് നൽകി. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം നുൻഷി ഉൽ അസ്ഇലത കമാ ഫിൽ മിസാൽ. ഇവിടെ ഒരു ഉദാഹരണം നൽകിയതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ നമുക്ക് കാണാം മാഹാദ. അവിടെ ഒരു സ്ലൈറ്റ് കാണാം. അതിൻ്റെ ഉത്തരമാണ് ഹാദാ ലൗഹുൻ. ഇതേപോലെ ഇവിടെ നമുക്കൊരു കുട കാണാം. ഹാദിഹി ഷംസിയ്യത്തുൻ. അപ്പോൾ ഇതിന് ചോദ്യം ഉണ്ടാക്കൽ എങ്ങനെയാണ്? മാ ഹാദിഹി എന്നതാണ്. അതേപോലെ ഇവിടെ ഒരു കുറത്ത് കാണാം. ഹാദിഹി കുറത്തുൻ. അതിന് ചോദ്യമുണ്ടാക്കൽ മാ ഹാദിഹി. അടുത്തതായി നമുക്ക് കാണാം ഒരു മിർസം, പെൻസിൽ. ഹാദാ മിർസമുൻ. അപ്പോൾ ഇതിന് ചോദ്യമുണ്ടാക്കൽ മാ ഹാദാ. ഹാദാ മിർസമുൻ. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷയിൽ തന്നെ ഉത്തരം നൽകുക. മാ ദാലിക. ഇവിടെ നമുക്ക് കാണാം ഹിലാലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ദാലിക ഹിലാലുൻ. മാ തിൽക്ക. ഇതൊരു ഹവ്വാമത്താണ്. തിൽക്ക ഹവ്വാമത്തുൻ. മാ തിൽക്ക. ഇത് സയ്യാറത്താണ്. തിൽക്ക സയ്യാറത്തുൻ. മാ തിൽക്ക. ഒരു ദാറാണ്. തിൽക്ക ദാറുൻ. ഇങ്ങനെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ചിത്രം നോക്കി അതിൻ്റെ അറബി പദം എന്താണ് എന്ന് മനസ്സിലാക്കി ചോദ്യത്തിൽ ഉപയോഗിച്ച പദങ്ങൾ തന്നെ ഉപയോഗിച്ച് ഉത്തരം നൽകുക എന്നതാണ്. ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് 4ാമത്തെ ഭാഗം നുവഫിഖു. നമുക്ക് യോജിപ്പിക്കാം എന്നതാണ്. ചോദ്യം വലതുഭാഗത്ത് അറബി പദങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം, അർത്ഥം വലത് ഭാഗത്തിൽ നിന്ന് ഇടത് ഭാഗത്തിൽ നിന്ന് എടുത്തെഴുതണം. ഇടത് ഭാഗത്തിലുള്ള അർത്ഥം എടുത്താണ് വലത് ഭാഗത്തുള്ള പദത്തിന് വിട്ട ഭാഗത്ത് യോജിപ്പിച്ച് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ഫനസുൻ. അതിൻ്റെ അർത്ഥം ചക്ക. ഫനസുൻ ചക്ക. സുല്ലമുൻ കോണി അഥവാ ഏണി. 3, ജവ്വാലുൻ മൊബൈൽ ഫോൺ. ജവ്വാലുൻ മൊബൈൽ ഫോൺ. 4, സല്ലത്തുൻ കൊട്ട. സല്ലത്തുൻ കൊട്ട. 5, സഫീനത്തുൻ കപ്പൽ. സഫീനത്തുൻ കപ്പൽ. 6, മൽഫൂഫുൻ കാബേജ്. മൽഫൂഫ് കാബേജ്. 7, സജ്ജാദത്തുൻ നിസ്കാരപ്പായ. സജ്ജാദത്തുൻ നിസ്കാരപ്പായ. 8, ഹബ്ബത്തുൻ വിത്ത്. ഹബ്ബത്തുൻ വിത്ത്. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം നുതർജിമു പരിഭാഷപ്പെടുത്താം എന്നതാണ്, അഥവാ അർത്ഥം എഴുതാനുള്ളതാണ്. ചോദ്യം 1, ദാലിക ഐനബുൻ ഹുൽവുൻ. അത് മധുരമുള്ള മുന്തിരിയാണ്. അത് മധുരമുള്ള മുന്തിരിയാണ്. ചോദ്യം 2, ഹാദാ അൻഫി. ഇത് എൻ്റെ മൂക്കാണ്. ഇത് എൻ്റെ മൂക്കാണ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം നുഅരിബു അറബീകരിക്കാം എന്നതാണ്. ചോദ്യം 1, ഇത് എൻ്റെ പേനയാകുന്നു. ഹാദാ ഖലമി. ഹാദാ ഖലമി.
നല്ലതുപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.